കേശവദാസപുരത്തേക്ക് എത്തുകയാണ്. വളരെ സാവധാനം മാത്രമാണ് വാഹനത്തിന് നീങ്ങാൻ കഴിയുന്നത്. റോഡിന് ഇരുവശവും വി എസിന്റെ വരവ് കാത്ത് ആളുകൾ തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോഴും വാഹനങ്ങളുടെ കടന്നുപോക്ക് ഉറപ്പുവരുത്തുന്ന വിധമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറെ നേരം വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കാൻ ഇട നൽകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നു എന്ന് ഉറപ്പാക്കാൻ ഉള്ള ശ്രമങ്ങളുണ്ട്. വാഹനത്തിന് ഇരുവശവും ആളുകൾ കൂട്ടം കൂടി ആ വാഹനം മുന്നോട്ട് വളരെ സാവധാനം മാത്രം നീങ്ങുന്ന നിലയിലാണ് ഇപ്പോൾ വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കൾ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ കേശവദാസപുരത്തേക്ക് ആ വിലാപയാത്ര എത്തും. വി എസിന് അവസാനമായി ഒരു നോക്ക് കാണാൻ പല ദേശങ്ങളിൽ നിന്നും ആളുകൾ ഈ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പോയിന്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ ലല്ലു പറഞ്ഞു, ലല്ലു ഈ വിലാപയാത്രയ്ക്ക് മുൻപിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ എന്തൊക്കെയാണ് കണ്ട കാഴ്ചകൾ എന്നത് പറഞ്ഞു. ഓരോ പോയിന്റിലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ വി എസിൻ്റെ വാഹനം അതുവഴി കടന്നു പോകും. വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാം. ഒരു മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിയോടെ സഖാബിന് വിട നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ വലിയ കൂട്ടം റോഡിൽ ഇരുവശവും രൂപപ്പെടുകയാണ്. വിലാപയാത്ര തുടങ്ങി 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 10-15 മിനിറ്റ് ഒരു വാഹനം ഓടിച്ച് എത്താൻ എടുക്കുന്ന ദൂരം മാത്രമേ ഇതുവരെ ആ യാത്രയ്ക്ക് ആ വാഹനത്തിന് പിന്നിടാനായിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം വിലാപയാത്ര ഓരോ പോയിന്റുകളും കടന്നു പോകുമെന്ന് നമുക്ക് കരുതുക വയ്യ. ഓരോയിടത്തും പ്രതീക്ഷിക്കുന്നതിലും അധികം നേരം വാഹനം നിർത്തിയിടേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ കേശവദാസപുരത്തേക്ക് വിലാപയാത്ര എത്തുകയാണ്. അവിടെ നിന്ന് വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പട്ടത്ത് വലിയ ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ്. കേശവദാസപുരം എത്തുന്നതിന് മുൻപ് തന്നെ വലിയൊരു ജനസഞ്ചയം അവിടെ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്രയാണ്. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് സാധാരണഗതിയിൽ ഈ സ്റ്റാച്യു മുതൽ കേശവദാസപുരം വരെ ദൂരം പിന്നിടാൻ കഴിയും. പക്ഷെ ഇപ്പോൾ 2.5 മണിക്കൂറിലേറെ ആകുന്നു. ഇപ്പോഴും കേശവദാസപുരം അടുക്കുകയാണ് വിലാപയാത്ര. അത്രയധികം തിരക്കാണ് എല്ലാ വഴികളിലും ഉള്ളത്. അത്രയധികം ആളുകളാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ വി എസ് അച്യുതാനന്ദനെ അവസാനമായി കാണാൻ എത്തുന്നത്. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ പുന്നപ്ര വീട്ടിൽ എത്താനാണ് നേരത്തെ CPM ആലോചിച്ചത്. കാര്യങ്ങൾ ആസൂത്രണം ചെയ്തത്. പക്ഷെ ഇപ്പോൾ അത് സാധിക്കുമെന്ന് കരുതാൻ വയ്യ. ഈ ഒരു വികാര വായ്പോടുകൂടി, ഈ ഒരു ആവേശത്തോടുകൂടി അണികൾ, സാധാരണക്കാർ, പൊതുജനങ്ങൾ വി എസിനെ കാണാനെത്തിയാൽ ഒരുപക്ഷെ അത് ഇനിയും ഏറെ മണിക്കൂറുകൾ വൈകിയേക്കാൻ തന്നെയാണ് സാധ്യത. കേശവദാസപുരത്ത് ഉള്ളൂരും കോങ്ങുമൂടും ശ്രീകാര്യം വഴിയാണ് ഇത് ദേശീയപാതയിലേക്ക് കടക്കുക. കാര്യവട്ടവും കരക്കൂട്ടവും മെട്രോടും പിന്നിട്ട് കണിയാപുരം പള്ളിപ്പുറം വഴിയാണ് വിലാപയാത്ര കടന്നു പോകേണ്ടത്. അവിടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകും. നമുക്കറിയാം, CPM വിഭാഗീയതയുടെ കാലത്ത് PS അച്യുതാനന്ദനൊപ്പം ഉറക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. വലിയ പിന്തുണ തിരുവനന്തപുരം ജില്ലയിൽ വി എസിന് ഉണ്ടായിരുന്നു. വി എസിന്റെ പൊതുയോഗങ്ങളിൽ വി എസിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനൊക്കെ മത്സരബുദ്ധി എന്ന പോൽ ആളുകൾ, പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചിരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ആ ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും പഴയ സംഘടനാ സംവിധാനമൊന്നും പഴയ വി എസ് ഗ്രൂപ്പിലില്ലെങ്കിൽ പോലും വി എസ് നേതാവിനെ അത്രയധികം ജനങ്ങൾ നെഞ്ചേറ്റിയ ജില്ലയാണ്. ആ ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ പക്ഷേ ആറ്റിങ്ങലൊക്കെ എത്തുമ്പോൾ ആളുകൾ ഇളകി മറിയും. ആറ്റിങ്ങലൊക്കെ എത്തുമ്പോൾ അത്രയധികം ആളുകൾ അവിടെ സംഘടിക്കും. പ്രത്യേകിച്ച് CPM നേതൃത്വം ഈ ഒരു വിലാപയാത്ര ആ രീതിയിൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. അപ്പോൾ ഈ CPM സംഘടനാ ശേഷിക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരായ ആളുകൾ കൂടി തെരുവിലിറങ്ങിയാൽ, വി എസിനെ ഒരു കാണാൻ ഇറങ്ങിയാൽ അത് ചിന്തിക്കാൻ അപ്പുറത്തുള്ള ആൾക്കൂട്ടമായി മാറുമെന്ന ഉറപ്പാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ആൾക്കൂട്ടം പ്രതികരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, ജനനായകനെ അങ്ങനെയൊന്നും തലസ്ഥാനത്ത് പറഞ്ഞയക്കാൻ, അത്ര പെട്ടെന്ന് പറഞ്ഞയക്കാൻ അവർ തയ്യാറായിരുന്നില്ല. 6 വർഷത്തോളം നീണ്ട നിശബ്ദതയുണ്ട് വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. 2019 അദ്ദേഹം പക്ഷാഘാതം വന്ന് ചികിത്സ തേടിയത് മുതൽ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നില്ല. പക്ഷെ അപ്പോഴും വി എസിനെ ഈ രീതിയിൽ ജനങ്ങൾ മനസ്സിലേക്ക് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ആരോഗ്യ വിവരങ്ങളുടെ കൃത്യമായ അപ്ഡേഷൻ ആളുകൾ ആ രീതിയിൽ കാത്തിരുന്നു. വി എസിനെ ഒന്ന് കാണാൻ, അദ്ദേഹം ഒരു പൊതുപരിപാടി പങ്കെടുക്കാൻ ആളുകൾ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മടങ്ങി വരവ് വി എസിന് ഉണ്ടായില്ല. കഴിഞ്ഞ മാസം 23-ാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് മുതൽ ആരോഗ്യ തിരിച്ചുപിടിക്കാൻ, ജീവൻ നിലനിർത്താൻ അക്ഷരാർത്ഥത്തിൽ പോരാട്ടം നടത്തുകയായിരുന്നു വി എസ്. അതെല്ലാം
അവസാനിപ്പിച്ച് ആദ്യമായി ഒരുപക്ഷെ VS ഒരു പോരാട്ടത്തിന് മുന്നിൽ കീഴടങ്ങുന്നതായിരിക്കാം. ഇപ്പോൾ ആദ്യമായി അദ്ദേഹം അത്തരമൊരു വിജയമില്ലാതെ മടങ്ങുകയായിരിക്കാം. ഇപ്പോൾ അദ്ദേഹം ആ ഒരു രോഗത്തോട് അല്ലെങ്കിൽ അനാരോഗ്യത്തോട് അദ്ദേഹം കീഴടങ്ങിയിരിക്കുന്നു. VS മരണത്തിന് ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു. ആ VS ആണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. 6 പതിറ്റാണ്ട് 67 ആദ്യമായി അമ്പലപ്പുഴ MLA ആയി തലസ്ഥാനത്തെത്തിയത് മുതൽ VSന്റെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തലസ്ഥാനം തിരുവനന്തപുരം. അത് AKG സെന്റർ ആകട്ടെ, പഴയ നിയമസഭാ മന്ദിരമാകട്ടെ, സെക്രട്ടേറിയറ്റ് ആകട്ടെ, ഇപ്പോൾ നിയമസഭാ മന്ദിരമാകട്ടെ, അവിടെയൊക്കെ VS തന്റേതായ വ്യക്തിമുദ്ര പതിച്ചുപോയ നേതാവാണ്. അത്തരമൊരു നേതാവിന് യാത്ര നൽകുമ്പോൾ ഇതിലധികം വികാര വായ്പ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം അദ്ദേഹം CPMന്റെ മാത്രം നേതാവായിരുന്നില്ല, അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ മാത്രം പോരാളിയായിരുന്നില്ല. ക്ഷമിക്കണം, അദ്ദേഹത്തെ വിശ്വസിച്ച, അദ്ദേഹത്തെ ജീവനുള്ളിൽ സ്നേഹിച്ച മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുണ്ട്. ഒരു ഇല്ലാത്ത ആളുകളുണ്ട്. VS എന്ന ജനനായകനിൽ വിശ്വാസം അർപ്പിച്ച, അദ്ദേഹം ശരിയുടെ പക്ഷത്ത് മാത്രം സഞ്ചരിക്കുന്ന ആളെന്ന് വിശ്വസിച്ച ഒരു പിടി ആളുകളുണ്ട്. അവർക്കൊക്കെ VSനെ അവസാനമായി കാണാൻ ഒരു യാത്രാമൊഴി നൽകാനുള്ള അവസരമാണിത്. അവർ ആ രീതിയിൽ തന്നെ വിനിയോഗിക്കുക. അതുകൊണ്ടാണ് ഇത്ര പതിയെ ഈ വിലാപയാത്ര നീങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത്ര പതിയെ ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. ഇനിയും മണിക്കൂറുകളെടുക്കാം ഇത് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണം പിന്നിടാൻ. അങ്ങനെയെങ്കിൽ ഏറെ വൈകും, ആലപ്പുഴയിലേക്ക് എത്തിച്ചേരാൻ ഏറെ വൈകുമെന്ന ഉറപ്പാണ്. വിലാപയാത്ര ഓരോ പോയിന്റും കടന്നു പോകാൻ ധാരാളം സമയമെടുക്കുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങളൊന്നും പാലിക്കാൻ കഴിയില്ല എന്ന സൂചനകൾ തന്നെയാണ് VV അരുണും നൽകുന്നത്. ഇപ്പോൾ കേശവദാസപുരത്തേക്ക് വിലാപയാത്ര എത്തുന്നു. അവിടെ 2 വശത്തും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം നമുക്ക് കാണാം. എല്ലാ പോയിന്റിലും നമ്മൾ കാണുന്നത് പോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ നിര VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടേക്ക് എത്തുന്നു. VSന്റെ അവസാന യാത്ര, അവസാന കാഴ്ച ഒന്ന് മൊബൈൽ ഫോണിൽ പകർത്താനും ഉള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് കാണാം. വലിയ ആൾക്കൂട്ടമുണ്ട്. സാധാരണക്കാരൻ്റെ ആശ്രയമായിരുന്നു. അവർക്ക് VS ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു കാവലാളായിരുന്നു. തങ്ങളെ കേൾക്കാൻ, തങ്ങളുടെ ആ കാര്യങ്ങൾ പരിഗണിക്കാൻ, അതിനുവേണ്ടി വാദിക്കാൻ, സമരം ചെയ്യാൻ, പോരാടാൻ ഒരു വ്യക്തിയുണ്ട്, ഒരാളുണ്ട് എന്ന തോന്നലായിരുന്നു. ആ ഒരു സംരക്ഷണ വലയമായിരുന്നു അവർക്കൊക്കെ VS എന്നത്. ആ 2 അക്ഷരത്തിൽ അവർ വലിയ പ്രതീക്ഷയായിരുന്നു, വലിയ സുരക്ഷിതത്വമായിരുന്നു അനുഭവിച്ചിരുന്നത്. ആ സുരക്ഷിതത്വം അവർക്ക് നഷ്ടമാവുകയാണ്. തങ്ങളുടെ പ്രിയ സഖാവ് വിട പറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നു. അപ്പോഴും വികാരവായ്പോടുകൂടി അവർ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ അവിടേക്ക് എത്തുന്നു. ഓരോ പോയിന്റുകളിലേക്കും എത്തുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നു. നമുക്കറിയാം VS പല ഇടങ്ങളിലും പ്രസംഗിക്കാനെത്തുമ്പോൾ അവിടെ വലിയ വലിയ ജനസഞ്ചയങ്ങൾ രൂപപ്പെട്ടിരുന്ന് നമ്മൾ കാണുന്നു. ഇപ്പോൾ VSന് യാത്രയയക്കാൻ ആ ജനക്കൂട്ടം അവസാനമായി ഒരുമിച്ചെത്തുകയാണ്. അവർക്കൊരു നീണ്ട ഇടവേളയുണ്ടായിരുന്നു. 6 വർഷക്കാലം VSനെ കാണാത്ത, VSന്റെ ഒരു വാക്കുപോലും കേൾക്കാത്ത വലിയ ഇടവേളകളുണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിനും മുൻപുള്ള ഓർമ്മകൾ ഓരോരുത്തരെയും ഈ വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ പോയിന്റിലേക്കും അവരെ പിടിച്ചടുപ്പിക്കുകയാണ്, എത്തിക്കുകയാണ്.